ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ഇന്നുള്ളത് നമ്മുടെ TVSന്റെ ജൂപ്പിറ്ററിൻ്റെ കൂടെ കേട്ടോ. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോണ ഇവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് പതിവ് പോലെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. ഇത് ജൂപ്പിറ്ററിൻ്റെ 125cc കേട്ടോ. ഇതിൻ്റെ 1 ടൺ കൂടി ഉണ്ട്. പതിവ് പോലെ നമുക്ക് ആദ്യം ഡിസൈനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതാണ് ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത്. ഈ LED ഹെഡ്ലാമ്പ് യൂണിറ്റ് ഡിമും ബ്രൈറ്റും എല്ലാം LED ആണ്. ഇവിടെ ആയിട്ടൊരു പിയാനോ ബ്ലാക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ കളർ മാറ്റ് ഗ്രേ ആയിട്ടാ. ഇവിടെയായിട്ട് ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നടുക്കാണ് പിയാനോ ബ്ലാക്ക് വന്നേക്കുന്നത്. രണ്ട് സൈഡിലും ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് ഒരാൾക്ക് ഇൻഡിക്കേറ്ററിന്റെ ഈ ഒരു സൈഡിലായിട്ട് ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഒരു മെറ്റൽ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പ്രൊട്ടക്ടറാണ്. വണ്ടി മറിഞ്ഞ് വീഴിയോ വല്ലതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ആട്ടെ. ഇവിടെയായിട്ട് DRL കൊടുത്തിട്ടുണ്ട്. താക്കോൽ ഓണാക്കിയിട്ട് ആ DRL കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഈ കീ എന്ന് പറഞ്ഞ വെച്ചാൽ കേൾക്കണത് നമ്മുടെ സെൻസറിൻ്റെയാണ്. വണ്ടി താക്കോൽ ഓഫ് ആയി കഴിയുമ്പോഴത്തേക്കും അത് മാറ്റിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഇൻഡിക്കേറ്റർ യൂണിറ്റ്, ഇൻഡിക്കേറ്റർ ഹാലജൻ ബൾബായിട്ട് അവന് ഇവിടെ TVS എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ നോക്കാത്ത അത്ര കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. ബാക്ക് താഴത്തേക്ക് വരാനായിട്ട് മൾഗാർഡ് യൂണിറ്റ്, മൾഗാർഡും മേലും ഒരു പ്രൊട്ടക്ടർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ലൊരു അലോയ് വീലാണ് വന്നേക്കുന്നത്. സ്കൂട്ടറിനൊക്കെ എപ്പോഴും അലോയ് വീല് വരുന്നത് നല്ലതായിരിക്കും കേട്ടോ. നല്ലൊരു ഭംഗിയാണ് സ്കൂട്ടറിനൊക്കെ അലോയ് വീല് വരുമ്പോഴത്തേക്കും കാണാനായിട്ട്. പിന്നെ ടയർ സൈസ് 90 വരുന്നത്. ഇവിടുന്ന് സൈഡിൽ നോക്കാനത്തോളം റിഫ്ലക്ടർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നിന്ന് വണ്ടി രാത്രി കാലങ്ങളിലൊക്കെ ഹൈറ്റ് അടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വണ്ടി എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് സൈഡിൽ റിഫ്ലക്ടർ കൊടുത്തേക്കുന്നത്. പിന്നെ അത്യാവശ്യം നീറ്റായിട്ടാണ് എൻ്റെ ബാക്കിലെ ഡിസൈനും കാര്യങ്ങളൊക്കെ, ബാൽഗാർഡിൻ്റെ ബാക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ കുറച്ച് താഴത്തേക്കും അകത്ത് വരുമ്പോഴത്തേക്കും പുറകിൽ വരുമ്പോൾ മെല്ലെ കുറച്ച് കയറിയിരിക്കുന്ന രീതിയിലാട്ടോ. സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്കൊരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു പ്ലാസ്റ്റിക് ആട്ടോ ഈ സംഭവം. ഇവിടെ ഇത് മെറ്റലും ഇത് പ്ലാസ്റ്റിക്കും വന്നേക്കുന്നത്. ബാക്കി ഇരിക്കുന്ന ആൾക്ക് ചവിട്ടാനുള്ള ഫുഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജൂപ്പിറ്റർ 125 എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഒരു റെഡ് കളറിൽ ജൂപ്പിറ്റർ നമ്മുടെ ക്രോം ഫിനിഷിലുമാണ് വന്നേക്കുന്നത്. ലേഡീസ് കാർഡ് വന്നിട്ടുണ്ട്. നമ്മുടെ സൈലൻസർ യൂണിറ്റിലും ഇവിടെ ഇതൊരു മെറ്റലാട്ടോ. ക്രോം ഫിനിഷ് എന്ന് പറയാൻ പറ്റില്ല, മെറ്റൽ കാർഡാണ് ഇത് കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡിലേക്ക് വരാൻ നേരത്ത് നമ്മുടെ ഗ്രാബറയിൽ മേലെ ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. TVS എന്നൊരു ബാഡ്ജിങ് ചെറിയൊരു ഡിസൈനിൽ 2 എയർ ഹോൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്ററും വന്നിട്ടുണ്ട്. അതിൽ രണ്ടും ഹാലജൻ ബൾബാണ് ഇൻഡിക്കേറ്ററിനകത്തും ബ്രേക്ക് ലൈറ്റിനകത്തും വന്നേക്കുന്നത്. താഴത്താകുമ്പോഴത്തേക്കും നമ്മൾ നമ്പർ പ്ലേറ്റ്, അതിൻ്റെ മേളിൽ തന്നെ ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിലായിട്ട് ചെറിയൊരു ലൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. കുനിഞ്ഞ് നോക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ലൈറ്റ്, വൈറ്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. റിഫ്ലക്ടറിൻ്റെ മേളിലായിട്ടാണ് കേട്ടോ വൈറ്റ് ലൈറ്റ് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. ഡ്രസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജൂപ്പിറ്ററിൻ്റെ ഒരു ബാഡ്ജിങ് മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കാത്ത വേറെ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സീറ്റ് ഏരിയ കേട്ടോ. ഒരു 3 പേർക്കൊക്കെ നല്ല രീതിക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷെ 3 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല, നിയമവിരുദ്ധമാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ മീറ്ററിലേക്കും ഹാൻഡിലേക്കും വരാം. ഇതാണ് ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത്, അതായത് മീറ്ററിന്റെ ഫ്രണ്ട് ഏരിയ. പിന്നെ ഇവിടെ ആയിട്ടാണ് നമ്മൾ താക്കോൽ പ്ലേസ് ചെയ്യുന്നത്. ഇവിടെ ഒരു USB പോർട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുകയാണെങ്കിൽ നമ്മുടെ സീറ്റ് ഓപ്പൺ ആകും. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേസ് നമ്പർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വേറൊന്നും പറയത്തക്ക രീതിയിലില്ല. ഒരു ലൈറ്റ് കൂടി എവിടെയെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. ആണെങ്കിൽ ഈ സീറ്റ് മേലെ എപ്പോഴും കിടന്ന് പിടിക്കരുത് കേട്ടോ. ഇതൊരു അല്പപ്രാണിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് കണ്ട ചുമ്മാ പിടിച്ചാൽ മതി, അത് ഒടിഞ്ഞു പോകും കേട്ടോ. എപ്പോഴും സീറ്റ് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ഹാൻഡിലെ സൈഡിലേക്ക് ചാരി വെക്കാനേ മാക്സിമം ശ്രമിക്കാവുള്ളൂ. നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 ഹെൽമെറ്റ് സുഖമായിട്ടിരിക്കും. 2 ഹെൽമെറ്റ് ഇരിക്കത്തില്ല കേട്ടോ, ഒറ്റ ഇരിക്കുള്ളൂ. പിന്നെ നമ്മുടെ ഒരു ഹാഫ് ഹെൽമെറ്റ് ഇല്ലേ, അത് മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ. നമുക്ക് നേരെ അടച്ചേക്കാം. അടച്ചിട്ടുണ്ട് ഇപ്പല്ലേ. തള്ളി പിടിക്കുക, റൈറ്റിലേക്ക് ഇരിക്കുക. നമ്മുടെ പെട്രോൾ ടാങ്ക് ഓപ്പൺ ആയിട്ട് വരും. ഇതിന്റെ പെട്രോൾ ടാങ്ക് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. കണ്ട ഓപ്പൺ ആയിട്ടുണ്ട്. നേരെ നമുക്ക് അടച്ചേക്കാം. വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് ഹാൻഡിലേക്ക് വരാം. ഇതാണ് നമ്മുടെ ഹാൻഡിൽ ഏരിയ കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ ഹൈ ബീം, ലോ ബീം, പാസ് സ്വിച്ച് വരുന്നത്, ഇൻഡിക്കേറ്റർ, ഹോണിന്റെ സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. സ്റ്റാൻഡ് കെട്ടിക്കഴിഞ്ഞാൽ ഒച്ച മാറുള്ളൂ. സ്റ്റാൻഡ് കെട്ടിയപ്പോൾ ഒച്ച മാറിയാട്ടാ. ഇതാണ് ഹോണിന്റെ സൗണ്ട്. പിന്നെ നമ്മുടെ ബ്രേക്ക് ലിവറയിൽ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് പോലെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നേരെ പിടിക്കുക, എടുത്ത് കാണിച്ചു തരാം. ബ്രേക്ക് ഫുള്ളായിട്ട് പിടിക്കുക, എന്നിട്ട് നേരെ ഈ സ്വിച്ച് നേരെ അമർത്തുക. അമർത്താനത്ത് ലോക്കായി. ഇപ്പം നമുക്ക് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റിയല്ല. ഇത് പണ്ട് മുതലേ എല്ലാ വണ്ടിക്കകത്തും ഉണ്ട് കേട്ടോ. ആക്റ്റീവ് ആക്കാത്തൊക്കെ ഉണ്ട്. ഇത് റിലീസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. നേരെ പിടിച്ചു ഒന്ന് വിട്ടാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും എൻജിൻ ഗിൽ സ്വിച്ച്, സ്റ്റാർട്ട് ബട്ടൺ. 1 ടാപ്പിൽ വണ്ടി സ്റ്റാർട്ട് ആകും കേട്ടോ. ഓണാക്കിയിട്ട് കാണിച്ചു തരാം. കണ്ട 1 ടാപ്പ് മതി. മോഡ്
സെറ്റും സ്വിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ TVSന്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സ്പീഡോമീറ്റർ നമ്മുടെ നോർമൽ മീറ്റർ ആട്ടോ. ഇവിടെ മാത്രമേ ഡിജിറ്റലായിട്ട് വന്നിട്ടുള്ളൂ. എക്കോ മോഡ്, പിന്നെ എഞ്ചിൻ്റെ വാണിംഗ് ലൈറ്റ്, അതേപോലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് ഫ്യൂവലിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പവർ മോഡും എക്കോ മോഡും ഉണ്ട് കേട്ടോ. റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഫ്യൂവൽ കേജ് കാര്യങ്ങളൊക്കെ കാണിച്ചേക്കുന്നത്. ഇതിൻ്റെ പുറമെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചേക്കണ കാരണം ശരിക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല കേട്ടോ. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മൊത്തം സ്പെക്ക് കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ ആ ക്രോം ഫിനിഷ് ഇത് കണ്ടോ, ഇതിലേ കൂടി കയറി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ഗ്യാപ്പും ഇതിലേ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തിട്ട് നോക്കുകയാണെങ്കിൽ TVSന്റെ ഒരു തലതിരിഞ്ഞിരിക്കുന്ന ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. പെട്ടെന്ന് ശ്രദ്ധിക്കാലോ, തിരിഞ്ഞിരിക്കുക. നമ്മുടെ ഫ്രണ്ട് ഏരിയയിൽ രണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്. ഇവിടെ ആയിട്ട് ചെറിയ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും കിറ്റ് സാധനങ്ങൾ തൂക്കിയിടാനുള്ള ഒരു സാധനം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഹുക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ നമുക്ക് തന്നെ വിശേഷിപ്പിക്കാം. പിന്നെ ഇത് ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ താഴത്തായിട്ട്. ഇത് കണ്ട, നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ ഇടാൻ പറ്റും. എന്തെങ്കിലും കിറ്റൊക്കെ വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് തൂക്കിയിടാൻ പറ്റും. മീൻ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ തൂക്കിയിടുക. അരി പഞ്ചസാരയൊക്കെ ആണെങ്കിൽ നമ്മുടെ സീറ്റിനടി വെക്കുക. അതാണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ എൻജിൻ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എയർ കൂൾഡ് എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് വന്നത്. ഇതിന്റെ എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത് 124 cc ആണ് എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത്. എല്ലാ സ്കൂട്ടറിനകത്തും വരുന്ന പോലെ കിക്കറും സെൽഫും ഇതിനകത്തും വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി 5.1 ലിറ്റർ ആട്ടോ. കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് സിറ്റിയിൽ 57 കിലോമീറ്ററും ഹൈവേയിൽ 52 കിലോമീറ്ററും. ഓവറോൾ മൈലേജ് പറയുന്നത് 57 കിലോമീറ്ററാണ്. ഇതിന്റെ വിത്ത് വരുന്നത് 681 mm, ലെങ്ത് വരുന്നത് 1852 mm, ഹൈറ്റ് വരുന്നത് 1168 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 163 mm ആണ്. ഇതിന്റെ മാക്സിമം പവർ വരുന്നത് 6500 RPM 8 PS പവറേ വരുന്നുള്ളൂ. പക്ഷെ വണ്ടി 95 കിലോമീറ്റർ സ്പീഡ് വരെ അച്ചീവ് ചെയ്യുമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പം ഇത്രയാണ് ഇവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ.